ചൈനയിലെ അതിമാരകമായ വൈറസ് ഇന്ത്യയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ കേസ് ബാംഗ്ലൂരുവിലെ 8 മാസം പ്രായമായ കുഞ്ഞിൽ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ കേസും ബാംഗ്ലൂരിൽ തന്നെ കണ്ടെത്തുന്നുണ്ട്. പിന്നീട് ചെന്നൈയിൽ 2 കുട്ടികളിൽ ഇതേ ഒരു വൈറസ് കണ്ടെത്തുന്നുണ്ട്. ആകമൊത്തം മാധ്യമങ്ങളൊക്കെ തുറന്നു നോക്കുമ്പോൾ ഈ ഒരു വൈറസുമായി ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള ഭീതിജനകമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഇത് അത്ര വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വൈറസ് ആണോ? ചൈനയുടെ കാര്യം പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ നിറഞ്ഞു കവിയുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന്റെ വീഡിയോകളൊക്കെ തന്നെയും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതല്ല, ഈ ഒരു വൈറസ് അല്ല അതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. എന്തൊക്കെ തന്നെയായാലും HMPV-യുമായി ബന്ധപ്പെട്ട HMP വൈറസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കോവിഡ് മഹാമാരിക്ക് ശേഷം കോവിഡ് നമ്മളെ ഏവരെയും വീട്ടിനകത്ത് പൂട്ടിയിട്ട് 5 വർഷങ്ങൾക്കിപ്പുറം പിന്നിടുമ്പോൾ പുതിയൊരു വൈറസ് ചൈനയിൽ നിന്ന് വരുന്നു. വലിയ തോതിൽ അത് വ്യാപനം നടക്കുന്നു. ചൈനയിലെ ഹോസ്പിറ്റലുകളും ശ്മശാനങ്ങളും ഒക്കെ ഒരുപോലെ തന്നെ നിറഞ്ഞു കവിയുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളേവരും ഒരുപോലെ തന്നെ വലിയ തോതിൽ തന്നെ വലിയ ഭീതിയോടുകൂടെ തന്നെയാണ് എന്താണ് ഈ സാധനം, ഇതിനി എന്തൊക്കെ വരുത്തി വെക്കുന്ന രീതിയിൽ ഈ ഒരു വൈറസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ മാധ്യമങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്തിട്ട് പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും വ്യത്യസ്ത മാധ്യമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ വീഡിയോയിലൂടെ വിശദമായ നിലയിൽ തന്നെ എന്താണ് ഈ ഒരു HMP വൈറസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനായിട്ടും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്താണ് നിലവിൽ ചൈനയിൽ സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇതൊരു വലിയ വാർത്തയായിട്ട് വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്, നിലവിൽ ചൈനയിലെ ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിയാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായ നിലയിൽ തന്നെ നമുക്ക് നോക്കാം. ഏതായാലും നമുക്ക് നമ്മുടെ വൈറസിന്റെ കാര്യത്തിലേക്ക് വരാം. HMPV എന്നാണ് ഈ ഒരു വൈറസിന്റെ പേര് വരുന്നത്, അതായത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ഇത് ആക്ച്വലി ന്യൂമോവിറിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെട്ടുള്ള ഒരു RNA വൈറസ് ആണ്. 2001 നെതർലൻഡ്സിൽ ഏതാനും കുട്ടികളിലാണ് ആദ്യമായിട്ട് ഈ ഒരു വൈറസിനെ കണ്ടെത്തുന്നത്. വിശദമായിട്ട് ഈ ഒരു വൈറസിന്റെ സാമ്പിളൊക്കെ എടുത്ത് പരിശോധനകൾ നടത്തുന്ന അവസരത്തിൽ മറ്റൊരു വൈറസുമായിട്ട് 80% ഇതിന് സാമ്യതകളുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതാണ് AMPV, അതായത് ആംവി മെറ്റാന്യൂമോ വൈറസ്. 1978 ടർക്കികളിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വൈറസിനെ കണ്ടെത്തുന്നത്. ഈ ടർക്കി കോഴികളിൽ ഉണ്ടായിരുന്ന ചില ശ്വാസസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുമ്പോഴാണ് ആദ്യമായിട്ട് AMPV എന്ന് പറയുന്ന ഈ വൈറസിനെ 1978 കണ്ടെത്തുന്നത്. എന്നാൽ പിന്നീട് മറ്റു പലതരത്തിലുള്ള പറവുകളിലും ഇതേ ഒരു വൈറസിനെ ഡിറ്റക്ട് ചെയ്യുകയുണ്ടായി, കണ്ടെത്തുകയുണ്ടായി. അതിനൊക്കെ ശേഷം ആദ്യമായിട്ട് മനുഷ്യരിലേക്ക് കണ്ടെത്തുന്നത് 2001 വിശദമായ നിലയിലുള്ള ഏറ്റവും പുതിയ പഠനങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു 1978 കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു വൈറസ് മനുഷ്യരിലും ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം മുതൽക്കേ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ ഒരു വൈറസ് ഉണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഈ ടർക്കികളിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് എത്തിയത് തന്നെ ആയിരിക്കാം ഈ ഒരു വൈറസ് എന്ന നിലയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അനുമാനങ്ങളുള്ളത്. ഇനി ആരെയാണ് ഈ ഒരു വൈറസ് കൂടുതലായിട്ട് ബാധിക്കുന്നത്, ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് നോക്കാം. ഇപ്പൊ ഈ വൈറസ് ബാധിച്ചിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂ ബോൺസ്, അതുപോലെ തന്നെ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, 65 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള വയസ്സായ ആളുകൾ, ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവായിട്ടുള്ള ആളുകൾ. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ HIV, അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരിലൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകളിലൊക്കെ തന്നെയാണ് ഈ ഒരു വൈറസ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ചില ഡോക്ടേഴ്സിൻ്റെയും ഇൻ്റർവ്യൂസും മറ്റുമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പല ആളുകളും പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളിൽ പല ആളുകൾക്കും ഒരു പക്ഷേ ഒരു 4-5 വയസ്സിനുള്ളിൽ അവരുടെ ശരീരത്തിൽ ഈ ഒരു വൈറസ് വന്ന് പോയിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടത്താറില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈറസിനെ കണ്ടെത്താതെ പോകുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കൃത്യമായിട്ട് ഈ ലക്ഷണങ്ങൾ, ഇതിൻ്റെ സിംറ്റംസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ സാധാരണ ജലദോഷത്തിന് ഉണ്ടാകുന്നത് പോലെ തന്നെ മൂക്കൊലിപ്പ്, കഫ്, അതുപോലെ തന്നെ സോർ ത്രോട്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫെവർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജലദോഷത്തിന് ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വൈറസ് ബാധിച്ചു കഴിഞ്ഞാലും സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ചില ആളുകൾ ഇതിനൊരു ജലദോഷ വൈറസ് എന്നുള്ള രീതിയിൽ പോലും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സത്യത്തിൽ എന്താണ് ചൈനയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യം ഇത്ര വലിയ വാർത്തയായിട്ടുള്ളത്, മാധ്യമങ്ങൾ ഏവരും ഒരുപോലെ തന്നെ കൊട്ടിഘോഷിച്ച് വലിയ ഭീതി പടർത്തുന്ന രീതിയിലേക്കൊക്കെ തന്നെ ഇതെങ്ങനെയാണ് എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം നോക്കാം. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉറവിടം
അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഏതാനും ചില പോസ്റ്റുകൾ എക്സിൽ വന്നതിന് അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വലിയ ഔട്ട് ബ്രേക്ക് ചൈനയിൽ നടക്കുന്നുണ്ട്, പുതിയൊരു വൈറസ് അവിടെ വലിയ തോതിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും വന്നിട്ടുള്ളത്. ചൈനയുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാക്കി രാജ്യങ്ങളൊക്കെ തന്നെയും കോവിഡിന് ശേഷം പൂർണ്ണമായിട്ടും അൺലോക്ക് ചെയ്തു എങ്കിൽ കൂടെയും ഏറ്റവും അവസാനത്തിലൊക്കെയാണ് ചൈന പൂർണ്ണമായിട്ടും എല്ലാ നിയന്ത്രണങ്ങളും അവിടെ എടുത്തു മാറ്റുന്നത്. 2021 വരെ അവർ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പലരും ആ ഒരു അവസരങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ബാക്കിയുള്ള ആളുകൾ ഓൾറെഡി കോവിഡിനോടൊക്കെ ഇടപഴകി അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ അതുമായിട്ട് ഏറെക്കുറെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ചൈനയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം ഇത്രയും കാലം അവർ പൂർണ്ണമായിട്ടും ലോക്ക്ഡൗണിലൂടെ തന്നെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അവർ പുറത്തുള്ള വ്യത്യസ്ത വൈറസുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഒതുങ്ങി ജീവിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ഈ ആളുകളൊക്കെ തന്നെയും ലോക്ക്ഡൌണിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ പുറത്തുള്ള വൈറസുകളോട് അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ അല്ലാത്തതിനാൽ തന്നെ തീർച്ചയായിട്ടും വ്യത്യസ്ത അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ചൈനയിലെ ആളുകൾക്ക് പിടിപെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചൈനയിലെ ഹോസ്പിറ്റലുകൾ ഈ പറഞ്ഞതുപോലെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നൊരു കാര്യം തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, ചൈനയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പുറത്ത് പോവാറില്ല. കൃത്യമായിട്ട് ഈ വൈറസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഔട്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ അവിടുത്തെ ഗവൺമെന്റ് പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ കൂടെയും ലഭ്യമായിട്ടുള്ള ഡാറ്റകളും വിവരങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെയും ആളുകൾ കൂട്ടമായിട്ട് എത്തുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ അത്യാവശ്യം ആളുകൾ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കാരണം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ HMPV മാത്രമല്ല എന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ചൈനയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുട്ടികൾക്കൊക്കെ തന്നെയും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊരു രീതിയാണ്, ഒരു സമ്പ്രദായമാണ് അവർ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടികളെ കൃത്യമായ നിലയിൽ തന്നെ ഡയഗ്നോസ് ചെയ്ത് അവർക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടേഴ്സ് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ കൂടെയും ഈ കുട്ടികൾക്ക് കുറച്ച് സമയം ഡ്രിപ്പ് ഇടാം എന്ന രീതിയിലേക്ക് പോലും അവിടുത്തെ പാരൻസ് നീങ്ങാറുണ്ട്. അതിനടിസ്ഥാനത്തിൽ തന്നെ ഈ ഹോസ്പിറ്റലുകളിലേക്ക് കുട്ടികളുമായിട്ട് ആളുകൾ എത്തുമ്പോൾ കുറച്ചധികം സമയം അവരൊക്കെ തന്നെയും ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പൊക്കെ ഇട്ട് കുട്ടികളെ കുറച്ചൊന്ന് ഓക്കെ ആക്കിയതിനു ശേഷമാണ് ഈ പാരൻസ് കുട്ടികളുമായിട്ട് വീട്ടിലേക്ക് പോകാറുള്ളത്. ഇതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിൽ ഇപ്പോൾ വിന്റർ സീസൺ ആണ്. വിന്ററിന്റെ ഏറെക്കുറെ ഒരു മിഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഈ വിന്റർ സീസണുകളിൽ ഒരുപാട് വ്യത്യസ്ത അസുഖങ്ങളൊക്കെ ബാധിച്ച് ഒരുപാടധികം ആളുകൾ, കമ്പാരിറ്റീവ്ലി കുറച്ചധികം ആളുകൾ എല്ലാ പ്രാവശ്യവും ഹോസ്പിറ്റലുകളിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള സിസ്റ്റമാണ് അവിടുത്തുകാരായിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്ത് വരുന്നത് എന്നൊരു കാര്യം കൊണ്ടുകൂടെ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ അസുഖങ്ങളുടെ എണ്ണം കൂടുന്നു, ആളുകൾ വന്നിട്ട് ഒരുപാട് സമയം ഹോസ്പിറ്റലുകളിൽ ചിലവഴിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ചൈനയിലെ ഹോസ്പിറ്റൽ ഈ വിന്റർ സീസണിൽ വന്നിട്ടുള്ള വ്യത്യസ്ത രോഗങ്ങൾ കാരണം ഹോസ്പിറ്റലുകളിലേക്ക് എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണത്താൽ പൂർണ്ണമായിട്ട് അവിടെ നിറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ അവിടെ നിറഞ്ഞു കവിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ളൊരു എമർജൻസി സിറ്റുവേഷൻ ഒന്നും ചൈനയിൽ ഇല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഓൾറെഡി ചൈനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള പല ആളുകളും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്നൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇപ്പോൾ കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചിന്ത നേരെ പോകുന്നത് ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലേക്കാണ്. ഈ മലയാളികളായിട്ടുള്ള അവിടെയുള്ള ആളുകൾ ഓക്കെ ആണ് എന്ന് പറയുമ്പോഴും ഹോസ്പിറ്റലുകളിലൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞ അവസ്ഥയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു കാര്യം കൊണ്ടാണ് അത്തരത്തിൽ ചൈനയിലെ ഹോസ്പിറ്റലുകളിൽ കുറച്ചധികം ആളുകൾ, അല്ലെങ്കിൽ കുറച്ചധികം തിരക്കുകളൊക്കെ തന്നെയും ഇതിനോടെ തന്നെ വന്നിട്ടുള്ളത്. ഇതിനും അപ്പുറത്തേക്ക് ഈ ഒരു വൈറസ് കാരണമായിട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ശ്മശാനങ്ങളൊക്കെ നിറഞ്ഞു കവിയുന്നു എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയേണ്ട ഫേക്ക് ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നിലവിൽ ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ ചില അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ചൈനയെ താറടിച്ച് കാണിക്കണം അല്ലെങ്കിൽ തകർക്കണം എന്നൊക്കെ ചിന്തയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുമാണ് ചൈനയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ന്യൂസുകൾ, പുതിയൊരു വൈറസ് ഔട്ട് ബ്രേക്ക്, വലിയ തോതിൽ ആളുകൾ മരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായ നിലയിൽ തന്നെ എന്താണ് ഈ ഒരു HMP വൈറസ്, എങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തിയത്, ആളുകൾ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ഗുരുതരമായ ഒരു രീതിയിലേക്ക്, പ്രശ്നത്തിലേക്ക് മാറുമോ, അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, ലോക്ക്ഡൗണിലേക്ക് നമ്മൾ നീങ്ങുമോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സിവിയർ കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് മരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അപ്പം അത്തരമൊരു സ്റ്റേജിലേക്ക് ഇത് എത്താനുള്ള സാധ്യതകളൊക്കെ ഏതായാലും വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്പ്രെഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോവിഡ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലൂടെ നമ്മൾ തുമ്മുമ്പോഴൊക്കെയുള്ള ആ ഒരു വെള്ളത്തുള്ളികളിലൂടെയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വൈറസും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു വൈറസൊക്കെ ബാധിച്ചിട്ടുള്ള ആളുകളോടുള്ള ക്ലോസ് കോൺടാക്ട് ഒഴിവാക്കുക, അവരുടെ കണ്ണിലും മൂക്കിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് തൊടാതിരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകളായിട്ട് നമുക്ക് ഏതായാലും സ്വീകരിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് കാണാം. വളരെ കൃത്യമായ നിലയിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നിങ്ങൾക്ക് മനസ്സിലായി കാണും വിചാരിക്കുന്നു. വലിയ തോതിൽ ഗുരുതരമായ രീതിയിലുള്ള ഒരു അസുഖം എന്നുള്ള നിലയിൽ, ഒരു വൈറസ് എന്നുള്ള രീതിയിലൊന്നും ഏതായാലും നമുക്ക് HMPVയെ പേടിക്കേണ്ട ഒരു അവസ്ഥ നിലവിലില്ല. ഇതിനി ഗുരുതരമായ നിലയിലേക്ക് മ്യൂട്ടേറ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തിടത്തോളം കാലം നമ്മളെല്ലാവരും സേഫ് ആണെന്ന രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുമ്പോൾ, വിശദമായ നിലയിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഏതായാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ഊതിപ്പെരിപ്പിക്കലുകളൊക്കെ ചില വാർത്തകളൊക്കെ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ചൈനയിൽ നിന്നുള്ള ഒരു വൈറസ് അത് വലിയ തോതിൽ അവിടെ സ്പ്രെഡ് ആകുന്നു, മരണസംഖ്യ കൂടുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ തോതിൽ തന്നെ ഒരു ഭീതിയും ആശങ്കയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം മാധ്യമങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ട് വരുന്നത്. അതും ഞാൻ കണ്ട ചില വാർത്തകളിൽ ചൈനയിൽ നിന്നുള്ള അതിമാരകമായ വൈറസ് എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഏതായാലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ സത്യാവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ്. 1970 മുതൽ തന്നെ നമുക്കിടയിലുള്ള ഒരു സാധാരണ ഒരു വൈറസാണ് ഇത്. പല ആളുകളും ജലദോഷ വൈറസ് എന്ന് പോലും ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് HMPVയുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.